ഹലോ, നല്ലൊരു ഉറക്കത്തിന് ശേഷം സെക്കൻഡ് ഡേ ഓഫ് അസർബൈജാൻ ആണെന്ന്. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് മെനു കണ്ടിട്ട് എന്ത് കഴിക്കുമെന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിട്ടുള്ള നടപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ബ്രെഡ് ക്രോയിസ, പിന്നെ ഇവരുടെ ഒരു ഒത്തൻറ്റിക് ബ്രെഡ്, ദെൻ വൈറ്റ് ബ്രെഡും ബ്ലാക്ക് ബ്രെഡും അതാണ് ഐറ്റം. ഇതൊരു ഡെസേർട്ടാണ്. സൂപ്പാണ്. പിന്നെ ഇതെന്താണ് വൈറ്റ് ചീസ്, ടൊമാറ്റോ, ബോയിൽഡ് അഗൈൻ, കുക്കുംബർ, പിന്നെ ചീസ്, മയോണൈസ്, ബ്രെഡ്, ഒലീവ്സ്, ബ്ലാക്ക് ഒലീവ്സും ക്യാരറ്റും യോഗർട്ട് എല്ലാം ഉണ്ടോ. എല്ലാം കൂടി തന്നിട്ടില്ല, കാരണം ടേസ്റ്റ് ഒന്നും തോന്നുന്നു. ഇതൊക്കെ ഡെസേർട്ട് ഏരിയയാണ്. ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെ എന്തൊക്കെയോ എടുത്തുണ്ട്, എല്ലാം എടുത്തുണ്ട്. നല്ല വിശപ്പുണ്ട്, പക്ഷേ നമ്മുടെ ഭാഷയിലുള്ള മുട്ട മാത്രമേ ബ്രെഡ് എനിക്ക് മനസ്സിലാക്കും. ഇതിലെന്തൊക്കെ കഴിക്കും. ഇത് നമ്മൾ ഡേറ്റ്സ്. ഇതാണ് നമ്മുടെ സലാൽ ബ്രദറാണ് നമ്മുടെ. ബാക്കൂല് എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുക്കാതെ. വെരി കോപ്പറേറ്റീവ്, വെരി ഫ്രണ്ട്ലി. കോണ്ടാക്ട് സലാൽ ബ്രദർ ഇഫ് യു കം ടു അസർബൈജാൻ. Hello, full India. Love. വെരി നൈസ് ഗൈസ്. ഗൈസ്, നമ്മൾ ഓൺ ദ വേ ആണ്. ട്രാഫിക് വയലേഷന് നമ്മളെ പോലീസ് പിടിച്ചു. ഇവിടെ ചുറ്റിനും ക്യാമറയാ. നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അപ്പം വരും സൈലന്റ് ആയിട്ട് ബാക്കിൽ പോലീസ്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആണ് കേട്ടോ ട്രാഫിക്. നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ കട്ട് ചെയ്ത് ഓവർടേക്ക് ചെയ്യുമ്പം കുത്തി കയറി നമ്മളെ നാട്ടിലുള്ള പോലെ അപ്പം തന്നെ പോലീസ് പിടിച്ചു. ഇവിടെ ട്രാഫിക് ഒക്കെ അടിപൊളിയാണ് ഗൈസ്, പക്ഷെ ചെറിയ വയലേഷൻ ഉണ്ടെങ്കിലും പോലീസ് എപ്പോഴും സർവൈലൻസ് ഉണ്ട്. നമ്മൾ ഗോപുസ്ഥാൻ എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ് തോന്നുന്നത്. ഈ കാറിൽ പോകണം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഗോപുസ്ഥാൻ എന്ന സ്ഥലത്തേക്ക് പോകണം. അതിന് ഇവിടം വരെ നമ്മുടെ വണ്ടി വരുന്നു, ഇവിടുന്ന് അവരെ വണ്ടിക്ക് കൊടുക്കും. നമ്മൾ വേറൊരു വണ്ടിയിലാണ് ഗോപുസ്ഥാൻ മഡ് വോൾക്കാനോട്ട് പോകുന്നത്. നമ്മുടെ വണ്ടി അവിടെ സൈഡാക്കി നമ്മുടെ പുള്ളിയും പുതിയൊരു പുള്ളിയും ഇതിനകത്തുണ്ട്. സട്ടോ, ഹൗ ഡു യു ഫീൽ? വേറെ തന്നെ സീനാണ് ബ്രോ ഗൈസ്. ഒന്നാമത് ഭാഷ ഒന്നും മനസ്സിലാവുന്നില്ല. ഓഫ് റോഡ് കഴിഞ്ഞ് ഇന്നലെയുള്ളൊരു കയറ്റം. നമ്മളങ്ങനെ കുന്നും മലയെ കയറി ഒരു മലയുടെ മണ്ടയിലെത്തി, ഒരു ടോപ്പിലെ സ്ഥലത്ത്. അപ്പം നമ്മൾ മഡ് വോൾക്കാനെ മേലെ എത്തി. വിചാരിച്ച പോലെ അല്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. നടന്ന് മേലെ എത്തി. അപ്പം ഇതാണ് നമ്മുടെ മഡ് വോൾക്കാനോ. ഇത് കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് മഡ് വോൾക്കാനോ എത്തി, ഗോപുസ്ഥാൻ. ഞങ്ങൾ ഡേ 2 ഓഫ് അസർബൈജാൻ ട്രിപ്പാണ്. ഇതിപ്പോ ഞങ്ങള് എവിടെയാണ്? മഡ് വോൾക്കാനോ, ഗോപുസ്ഥാൻ. നല്ല തണുപ്പ, കൈയൊക്കെ മരവിച്ച്
നല്ല വെയിലൊക്കെ അടിക്കണ്ട, പക്ഷെ ഒരു കാര്യമില്ല. അതെ, നല്ല വെയിലുണ്ട്. 5 ഡിഗ്രിയോ 4 ഡിഗ്രി എന്താണ് തണുപ്പുള്ള. പക്ഷെ ഗൈസ്, ഈ മഡ് വോൾക്കാനോ സൂപ്പർ. ഇതെന്തോ മിനറൽസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടിട്ടുണ്ട്. ഒന്നും കൂടുതൽ ഡീറ്റെയിൽസ് സീസണൊക്കെ നല്ലതെന്ന് പറഞ്ഞു, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തൊടാൻ തോന്നൂല. വേറെ കാര്യം ചെളി, ശരിക്കും ചെളി തന്നെ. ഇങ്ങനെ വോൾക്കാനിക് ഇറപ്ഷൻ പോലെ വരും. ഇത് തണുപ്പായോണ്ട് ഇറപ്ഷൻ ഇല്ല, ഒലിച്ചിറങ്ങുന്നില്ല, പൊട്ടിത്തെറിക്കില്ല. ഇപ്പം തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കൊമളയായി നിൽക്കുന്നുള്ളൂ. സമ്മർ സീസണിലാണ് ഇത് ഇങ്ങനെ വോൾക്കാൻ എറപ്ഷൻ വരും എന്നാണ് പറഞ്ഞത്. ഫുൾ ഇങ്ങനെ കുഞ്ഞു 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 വോൾക്കാൻ. മഡ് വോൾക്കാനോ മഡ് വണ്ടിയിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഷൊണ്ണ വണ്ടിയാണ്, അയാളാണെങ്കിൽ നിലം തൊടിക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഗോബുസ്ഥാൻ മഡ് വോൾക്കാനോ. ഇതാണ് നമ്മുടെ എന്താ ചെയ്യുന്നു. തിരിച്ച് എത്തി. ഇവിടുന്ന് ഫയർ മൗണ്ടൻ ആണ്. നമുക്കിപ്പം ഇവിടുന്ന് ഒരു 1 hour ജേർണി ഉണ്ട് യനർദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവിടെയാണ് ഫയർ മൗണ്ടൻ, അവിടെ പോകണം. ഇനി നമ്മൾ ഇവിടുന്ന് ഇനി ബാക്കു പോകണം. ബാക്കൂന്നാണ് ഇനി ആ യനർദാഗ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ മഡ് വോൾക്കാനോസും കണ്ട് വിശപ്പിൻ്റെ വിളി വന്ന് ഫുഡ് കഴിക്കാനുള്ള യാത്ര തുടങ്ങി. നമ്മളിപ്പോൾ മറ്റേ മഡ് വോൾക്കാനോന്ന് തിരിച്ച് ബാക്കു മെയിൻ സിറ്റിയിലെത്തി. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഈ ബാക്കി കാണുന്ന റെസ്റ്റോറൻറ്റ് സലാം അലൈക്കും അങ്ങനത്തെ റെസ്റ്റോറൻറ്റാണ് കാണുന്നത്. അവിടെ വന്നേക്കുവാണ്. ലഞ്ച് കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. കഴിക്കല്ലേ, അതാ വഴി. Azerbaijan is the fast food. Azerbaijan fast food, India fast food. Both. Yes. Okay. ബോത്ത് അസർബൈജാൻ ആൻഡ് ഇന്ത്യ ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. സലാം അലൈക്കും. അസർബൈജാൻ വന്നിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു ത്രില്ലല്ലോ. സോ നമ്മൾ പ്ലോവ് എന്ന് പറഞ്ഞൊരു ഡിഷ് ഓർഡർ ആക്കി. മെനു നോക്കുമ്പോൾ നമ്മുടെ മന്തി റൈസും ചിക്കനും പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ബാക്കി എന്താവുമെന്ന് ഇനി വരുമ്പോൾ കാണാം. എല്ലാ ഭാഷയുണ്ട് ഗൈസ്. ഇതാണ് മന്തി പോലെയാണ്. ഇത് നമ്മുടെ മന്തി റൈസ് പോലെയാണ്. മന്തി റൈസ് എന്ന് പറയാൻ പറ്റില്ല, മറ്റേ കബാബ്. എങ്ങനെയുണ്ട്? ഇത്തിരി സ്പൈസി, കൂടുതൽ സ്വീറ്റി ആണോ? അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ട്രാവലിംഗ് ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ യനർദാഗ് എത്തി. ഇവിടെ ഫയർ മൗണ്ടൻ കയറാനായിട്ട് ഫയർ ടെമ്പിൾ ഉണ്ട്. അത് രണ്ടും കൂടെ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ 15 ആവുള്ളൂ ഒരാൾക്കാണോ? ഒരാൾക്ക്. ഓക്കെ. അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ടാണെങ്കിൽ 18 തരാം. ഇവിടുന്ന് 9 അവിടുന്ന് 9. അങ്ങനെയുള്ള ഞങ്ങളിപ്പോൾ കയറാൻ പോകുന്നു. ആ ഗൈഡ് പറഞ്ഞു ഫയർ മൗണ്ടൻ ഫയർ ടെമ്പിൾ രണ്ടുമുണ്ട്. ഫയർ മൗണ്ടൻ ആൻഡ് ഫയർ ടെമ്പിൾ. ഇവിടുത്തെ എൻട്രി ഫീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫയർ മൗണ്ടൻ, ഫയർ ടെമ്പിൾ അങ്ങനെ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 15 മന്നത്താണ്, അസർബൈജാൻ മന്നത്ത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണെങ്കിൽ 9 മന്നത്ത് ഈച്ചാണ് ഓരോന്നിനും. അങ്ങനെയാണ്. അപ്പം നമുക്ക് ലാഭം 15 മന്നത്ത്, അതായത് 2 എണ്ണം കൂടെ ഒന്നിച്ച് വരണം.
നല്ല തണുപ്പുണ്ട്. ഇതാണ് ഫയർ മൗണ്ടെയിൻ. കുറച്ചേ ഉള്ളൂ, വലിയ സംഭവമായിട്ട് തോന്നുന്നൊന്നുമില്ല. എപ്പോഴും തീ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇത് ഒരു കത്തിക്കുന്നതാണോ എന്നുള്ള നല്ല സംശയമുണ്ട് എനിക്ക്. നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ ഉണ്ടാകുന്നൊരു മണം വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന ഒരു 5 അതിനകത്ത് കൂടുതലുള്ള ഇതാണ് പറയുന്നുണ്ട്. അതിന് ബില്ലും അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ കണ്ടപ്പം ചോദിച്ചാൽ മനസ്സിലായത് അത് ഇവിടുന്ന് ഒരു 40 മിനിറ്റ് പോണം എന്നാണ്. ഒടി കിട്ടിയ എവിടെ പോയാലും മലയാളി ഉണ്ടാവുമെന്ന് അറിയില്ലേ. ഇവിടെ കുറെ മലയാളികൾ കേട്ടോ. നല്ല തണുപ്പും കാറ്റും കണ്ണീരൊക്കെ വെള്ളം. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം നെക്സ്റ്റ് പോകുന്നത് ഫയർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം എന്നാണ് പറയുന്നത് ആൾറെഡി. അപ്പം അതെന്താന്ന് പോയി നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഫയർ മൗണ്ടൻ കണ്ടിട്ട് ഇനി ഫയർ ടെമ്പിളിലേക്ക് പോവാം. ഫയർ മൗണ്ടൻ്റെ അവിടെ നിന്നൊരു 20 to 30 മിനിറ്റ്സോളം ഉണ്ട് ഡ്രൈവ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാം ഫയർ ടെമ്പിൾ കാണാൻ. അപ്പോൾ ഫയർ മൗണ്ടൻ്റെ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് തന്നെ നമുക്ക് ഫയർ ടെമ്പിളും യൂസ് ചെയ്യാം. അതിന് 3 days വാലിഡിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ പോയി കാണാം. On the way to Fire Temple. വീണ്ടും ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഫയർ ടെമ്പിളിലെത്തി. ഇനി ബാക്കി ഇവിടുത്തെ വിശേഷം കാണാം. അസർബൈജാൻ ടൂർ. ഇതാണ് സുട്ടുവിൻ്റെ അവസ്ഥ. തൊപ്പിക്കുള്ളിൽ കൈയിട്ടിരിക്കുന്നു. അസർബൈജാൻ ഫയർ ടെമ്പിളിലേക്ക് അവിടെ നിന്ന് നമ്മൾ അങ്ങനെ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ ഓരോന്ന് നോക്കാൻ പോവാം. ഇതാണ് ഗൈസ് ഫയർ ടെമ്പിൾ. കാണാൻ ഈ ഒരു ബിൽഡിങ്ങും ഒരു ഓൾഡ് ഹെറിറ്റേജ് കാണാനും начинается Новый год. Вот у меня вам вопрос. 31 декабря мы празднуем Новый год, правильно? А смысл? То есть что происходит, что нас как бы нам дает понять, что приходит Новый год? 21 марта по 25 марта, правильно? Да. А что тогда происходит? То есть День равноденствия, правильно? ഒന്നും മനസ്സിലാവുന്നില്ല. День равноденствия означает, что തലയാട്ടിയിരിക്കുന്ന സുട്ടു. правильно? И вы похвалили. ഇതൊക്കെ പണ്ടത്തെ ഇതിന്റെ ഏൻഷ്യന്റ് ആയിട്ടുള്ളൊരു ടെമ്പിൾ ആണ് സംഭവം. ആൻഡ് ഫോർ മോർ ഇൻഫോ വീഡിയോ പോസ്റ്റ് ചെയ്തത് വായിച്ചാൽ മതി. ഇവിടെ വരെ വന്നിട്ട് ഇത് കണ്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിന് മാത്രം വേണേ വരാം, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ ഏൻഷ്യൻ ബിൽഡിങ്ങും അതും ഇതൊക്കെ കാണണമെങ്കിൽ എന്തായാലും വരണം. അത് ശരിയാണ്. അതിന് ഇത് ഇവിടെ ഈ ടെമ്പിളിന്റെ ഉള്ളിൽ ചെറിയ റെസ്റ്റോറൻറ്റും സെറ്റപ്പാണ്. ഇവിടെ ഫുഡ്, അപ്പുറത്ത് കോഫി. ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. ഞങ്ങൾ ഡേ 2 ബാക്കു സ്ട്രീറ്റ്സിലൂടെ വെറുതെ നടക്കുന്നു. അങ്ങനെ ഡേ 2 ഐറ്റിനറി ഫുൾ കംപ്ലീറ്റ് ആക്കി ഈ കണ്ട കഫേന്ന് ചെറിയൊരു ഡിന്നറും കഴിച്ച് ബാക്കു സ്ട്രീറ്റ്സിൽ ഇങ്ങനെ തേരാപ്പാര നടന്ന് ആ ഒരു ഡേയും കംപ്ലീറ്റ് ആയി.
ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് പുതിയൊരു വ്ളോഗിൽ കാണാം. അതുവരെ ബായ്.